ഹായ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? സനിലാണ് ഫ്രം മൽസക്ക ഗാരേജ്, ബഹ്റൈൻ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഹുണ്ടായി ജെനിസിസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞങ്ങൾ ആ വണ്ടി റെഡിയാക്കും. ഞങ്ങൾക്ക് ആ വണ്ടി റെഡിയാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓണർ അതിന് റെഡിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അതൊരു ദുബായ് രജിസ്റ്റേർഡ് വണ്ടിയാണ്. അവരെ സംബന്ധിച്ച് ഇതൊരു ജസ്റ്റ് ഒരു വണ്ടി മാത്രമാണ്. അപ്പം നമുക്കാണിത് ഏറ്റവും വലിയ വണ്ടി എന്നുള്ള ചിന്താഗതിയൊക്കെ. അവരെ സംബന്ധിച്ച് ഇത് ജസ്റ്റ് യൂസ് ആൻഡ് ത്രോ എന്നുള്ളൊരു മൈൻഡിലാണ്. അപ്പോൾ അവർ ഓൾറെഡി റിട്ടേൺ പോയി. നമ്മളതിൻ്റെ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ എടുത്തു. എത്ര വർക്ക് എന്തൊക്കെയാണുള്ളത്, ഏകദേശം എത്ര റേറ്റ് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു 1200 ദിനാറിൻ്റെ മുകളിലേക്ക് പോകും. മിനിമം ഒരു 1200 ദിനാറിൻ്റെ അടുത്തേക്ക് ചിലവ് വരും. അപ്പോൾ ആ ഒരു കൊട്ടേഷൻ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തപ്പോൾ കസ്റ്റമർ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അത് വണ്ടി സ്ക്രാപ്പ് കൊടുത്തേ, സ്ക്രാപ്പിൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണ് എന്ന് വെച്ചാൽ അത് തന്നാൽ മതി എന്നാണ് കസ്റ്റമർ റിപ്ലൈ. വണ്ടി ഭ്രാന്തന്മാരായ കുറേ പേര് എൻ്റെ കൂടെ വർക്ക്ഷോപ്പിലുള്ളതുകൊണ്ട് ഞങ്ങൾ അർബാബിൻ്റെ അടുത്ത് ഫോഴ്സ് ചെയ്തു, ഞങ്ങളുടെ ബോസിൻ്റെ അടുത്ത് ഫോഴ്സ് ചെയ്തു. ബോസ് ആ വണ്ടി ഏകദേശം ഒരു സ്ക്രാപ്പ് വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാങ്ങി അതിനുശേഷം ഞങ്ങൾ എൻജിൻ വർക്ക് എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പം വീണ്ടും പ്രശ്നം, കാരണം ദുബായ് രജിസ്റ്റേർഡ് വണ്ടിയാണ്, അതിന് ഓൾറെഡി കുറച്ച് ഫൈനുകളൊക്കെ കിടപ്പുണ്ട്. അത് ക്ലിയർ ചെയ്ത് നമ്മുടെ ബഹ്റൈനിലേക്ക് വന്ന് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും 1200 ദിനാറോളം ഇവിടെ കെട്ടിവെക്കണമെന്ന് പറയുന്നു. അതിനുശേഷം ഞങ്ങൾ എൻജിൻ വർക്ക് എടുത്ത് വരുമ്പോഴത്തേക്കും പിന്നെയും ഓരോ 1200 1300 ദിനാറിന് മുകളിലേക്കാവും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് വരുമ്പം നമുക്കതൊരു വലിയൊരു ലോസാവും. കാരണം പിന്നെ ആ വണ്ടി നമുക്ക് സെയിൽ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബോസ് പറഞ്ഞു നമുക്ക് ആ പരിപാടി വേണ്ട, സാധനം പൊളിച്ച് വിൽക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഒരു മെക്കാനിക് എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ, മെക്കാനിക്കിനോടല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണക്കാരായ വണ്ടിനെക്കുറിച്ച് അത്രയൊന്നും നോളജ് ഇല്ലാത്ത ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ വണ്ടിയിൽ കാണിക്കുന്ന വാണിംഗ് ലാമ്പുകൾ ഏതൊക്കെയാണെന്നും അത് മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട വാണിംഗ് ലാമ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതും അറ്റ്ലീസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ആ കസ്റ്റമർ ആ വാണിംഗ് ലാമ്പ് കണ്ടിട്ട് ഓയിൽ പ്രഷറിൻ്റെ വാണിംഗ് ലാമ്പ് കണ്ടിട്ടും ആളത് മൈൻഡ് ചെയ്യാണ്ട് ഓടിച്ചുകൊണ്ടാണ് വണ്ടി ഇപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ വണ്ടിയിൽ വരുന്ന വാണിംഗ് ലാമ്പുകളെ അങ്ങനെ തള്ളിക്കളയരുത്. സാധാരണ ഒരു വണ്ടിയിൽ കാണിക്കുന്ന വാണിംഗ് ലാമ്പുകൾ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. മിക്ക വണ്ടികളിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അതായത് ജസ്റ്റ് നമ്മൾ കീ ഓൺ ചെയ്ത് വരുന്ന സമയത്ത് ഇത്രയധികം വാണിംഗ് ലാമ്പുകൾ കാണിക്കും. മിക്ക വണ്ടികളിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. കീ ഓൺ ചെയ്ത് 2-3 സെക്കൻഡിനുള്ളിൽ കുറച്ച് വാണിംഗ് ലാമ്പുകൾ പോകും. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വാണിംഗ് ലാമ്പുകളോട് പോകും. അപ്പോൾ ഇതിൽ 2-3 റെഡ് കളർ വാണിംഗ് ലാമ്പുകൾ കാണിക്കുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ അടുത്ത് ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ട് വർക്കിന് വന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതെന്ന് മാത്രം. ഈ ഒരു വാണിംഗ് ലാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നിലവിൽ ഈ വണ്ടിയിൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഇഷ്യൂ ആണ്. അപ്പം പവർ സ്റ്റിയറിങ് വർക്ക് ചെയ്യുന്നില്ല, ഹാർഡാണ്, സ്റ്റിയറിങ് ഭയങ്കരമായിട്ട് ഹാർഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വാണിംഗ് ലാമ്പ് ഷോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാണിംഗ് ലാമ്പ് കാണിച്ചിരിക്കുന്ന എയർ ബാഗിന് എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വാണിംഗ് ലാമ്പ് എപ്പോഴും കത്തിക്കിടക്കുന്നത്. അപ്പം നമ്മുടെ വണ്ടികളിലെ എയർ ബാഗത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് ചില വണ്ടികളിൽ 2 ഉണ്ടാവും, ചില വണ്ടികളിൽ 4 ഉണ്ടാവും, 5 വരുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഏതോ ഒരു എയർ ബാഗ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാണിംഗ് ലാമ്പ്. ഇത് നമ്മുടെ എൻജിൻ്റെ ഓയിൽ പ്രഷറിൻ്റെ കുറവ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാണിംഗ് ലാമ്പാണ്. അതായത് എൻജിനിലെ ഓയിലിൻ്റെ പ്രഷറിൽ എന്തെങ്കിലും കുറവ് വരുമോ, അല്ലെങ്കിൽ ഓയിലിൻ്റെ ലെവലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എൻജിനിലെ ഓയിലിൻ്റെ ലൂബ്രിക്കേഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാണിക്കുന്നൊരു വാണിംഗ് ലാമ്പാണിത്. ഈ ഒരു വാണിംഗ് ലാമ്പ് എന്ന് വെച്ചാൽ എൻജിൻ വാണിംഗ് ലാമ്പാണ്. അതായത് ഇപ്പോഴത്തെ എല്ലാ വണ്ടികൾക്കും നമുക്കെല്ലാവർക്കും അറിയാം, ഒത്തിരി സെൻസറുകൾ നമ്മുടെ എല്ലാ വണ്ടികളിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സെൻസർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് എൻജിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കും. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വാണിംഗ് ലാമ്പാണ് ഇത്. ഇങ്ങനെ കുറച്ച് അധികം വാണിംഗ് ലാമ്പുകൾ നമ്മുടെ വണ്ടികളിലുണ്ട്. അപ്പോൾ ചില വാണിംഗ് ലാമ്പുകൾ നമുക്ക് പ്രശ്നമല്ല, നമ്മുടെ ഡ്രൈവിങ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം BM-ലും അതേപോലെ ബെൻസിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ക്രീനിൽ എഴുതി കാണിക്കും സിസ്റ്റത്തിൽ എററുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും, യു ക്യാൻ കണ്ടിന്യൂ ഡ്രൈവിംഗ് എന്ന് എഴുതി കാണിക്കും. അങ്ങനെയുള്ള ചില വാണിംഗ് ലാമ്പുകളുണ്ട്. പക്ഷേ ചില വാണിംഗ് ലാമ്പുകൾ ഷോ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ, അതായത് എത്രയും പെട്ടെന്ന് തന്നെ വണ്ടി ഒരു സൈഡാക്കി നിർത്തി വണ്ടി ഓഫ് ചെയ്ത് വെക്കേണ്ട ചില വാണിംഗ് ലാമ്പുകളുണ്ട്. അതിലൊരു വാണിംഗ് ലാമ്പാണ് ഇത്, ഓയിൽ പ്രഷറിൻ്റെ വാണിംഗ് ലാമ്പ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ എൻജിൻ്റെ ബ്ലഡാണ് ഓയിൽ. അപ്പോൾ അതിൻ്റെ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ എൻജിൻ സീസാവും, എൻജിൻ ഡെഡാവും.
അപ്പോൾ അതുകൊണ്ട് ഈ വാണിംഗ് ലാമ്പ് ഷോ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനെ സ്പോട്ടിൽ തന്നെ ഓഫ് ചെയ്യാനാണ് ഒരു മെക്കാനിക് എന്ന രീതിയിൽ ഞാൻ അഡ്വൈസ് ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു ഗേജ്. ഇത് നമ്മുടെ എൻജിൻ്റെ ഹീറ്റ്, അതായത് ടെമ്പറേച്ചർ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഗേജ്. അത് ഇതിൽ കോൾഡ് CH എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, കോൾഡും അതേപോലെ ഹൈയും. അങ്ങനെ 2 ഇതാണ് മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ നോർമലി ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലായിരിക്കും ഉണ്ടാവുക. സെൻറ്ററിൽ നിന്ന് ഒരു തൊട്ട് താഴെ ആ ഒരു ലെവലിലായിരിക്കും എപ്പോഴും നമ്മുടെ വണ്ടിയിൽ ടെമ്പറേച്ചർ ഉണ്ടാവുക. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തല്ല ഞാൻ ഉദ്ദേശിച്ചത്, സ്റ്റാർട്ട് ചെയ്തൊരു 2-3 മിനിറ്റൊക്കെ എടുക്കും ഈ ഒരു ടെമ്പറേച്ചർ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അതായത് സെൻറ്ററിൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഇഷ്യൂ ആണ്, വണ്ടി ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്നെങ്കിൽ ഏതെങ്കിലും തൊട്ടടുത്തുള്ളൊരു വർക്ക്ഷോപ്പിലേക്ക് കയറ്റുക, അല്ലെങ്കിൽ വണ്ടി ഓഫാക്കി വെച്ചിട്ട് ഈ ഒരു ടെമ്പറേച്ചർ കുറയുന്നോടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ചില വണ്ടികളിൽ ഈ ഗേജ് ഉണ്ടാവില്ല, പകരം ഈ ഒരു വാണിംഗ് ലാമ്പായിരിക്കും ഷോ ചെയ്യുക. അതായത് വണ്ടി ഓവർ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു വാണിംഗ് ലാമ്പ് റെഡ് കളറിൽ ഷോ ചെയ്യും. ഗേജ് ഉണ്ടാവില്ല, അത് ഇങ്ങനത്തെ ഒരു ഗേജ് ചില വണ്ടികളുണ്ടാവില്ല. ഇങ്ങനത്തെ ഈ ഒരു സിമ്പിൾ റെഡായിട്ട് ഫ്ലാഷ് ചെയ്യായിരിക്കും ഉണ്ടാവുക ഓവർ ഹീറ്റ് ആവുമ്പോൾ. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ വാണിംഗ് ലാമ്പും അതേപോലെ ഓയിൽ പ്രഷറിൻ്റെ വാണിംഗ് ലാമ്പും ഇത് രണ്ടും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് മീറ്ററിലേക്ക് നോക്കണം, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ, ഇത് കാണിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യുക. ഈ 2 വാണിംഗ് ലാമ്പുകളും നമ്മുടെ വണ്ടിയുടെ എഞ്ചിനെ നശിപ്പിക്കും. നമുക്ക് ചിലപ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അതിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കുക. ഏത് വണ്ടി ആയിക്കോട്ടെ, ഈ എല്ലാ വണ്ടികളിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് വണ്ടിയിലും ഈ ഒരു വാണിംഗ് ലാമ്പ് 2 ഉണ്ടാവും. ഓയിൽ പ്രഷറിൻ്റെ വാണിംഗ് ലാമ്പും ഉണ്ടാവും, അതേപോലെ കൂളിംഗ് ടെമ്പറേച്ചറിൻ്റെ വാണിംഗ് ലാമ്പും ഉണ്ടാവും. അതെപ്പോഴും ശ്രദ്ധിക്കുക, അതിനെ അവോയ്ഡ് ചെയ്യരുത് ഒരിക്കലും. മാത്രമല്ല GCസിലൊക്കെ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. പുറത്തെ ക്ലൈമറ്റിൻ്റെ ചൂട് എങ്ങനെയാണെന്ന് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. അതേപോലെ അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എഞ്ചിൻ്റെ ടെമ്പറേച്ചറും നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്ത് പെട്ടെന്ന് തന്നെ ചൂടാവും. അപ്പോൾ അതിനെ തണുപ്പിക്കാൻ വേണ്ടിയുള്ള കൂളൻ്റ് സർക്കുലേഷനോ കാര്യങ്ങളോ കറക്റ്റായിട്ട് നടക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഓവർ ഹീറ്റ് ആവും. നാട്ടിലൊക്കെ ഉണ്ട് ചിലർ, ഓവർ ഹീറ്റ് ആയാലും സാരമില്ല, കുഴപ്പമില്ല, ഒന്ന് റൈസാക്കി പിടിച്ച് തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ വീട് വരെ പോകാം എന്നുള്ള രീതിയിൽ പോകും. അത് ചിലപ്പം ചില സാഹചര്യങ്ങളിൽ ഓക്കെയാണ്. കാരണം നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തണുപ്പുള്ളതുകൊണ്ട് എയർ കൂളിംഗ് കുറച്ച് നടക്കും. പക്ഷേ ഇവിടെ GCസിൽ അങ്ങനെയല്ല. അതുകൊണ്ട് ഒരിക്കലും ആ വാണിംഗ് ലാമ്പിനെ ഇവിടെ അവോയ്ഡ് ചെയ്യരുത്. നമ്മുടെ വണ്ടികളിലുള്ള വാണിംഗ് ലാമ്പുകൾ ഏതൊക്കെയാണെന്ന് അതിനെക്കുറിച്ച് അറിയാനും ഓൾറെഡി സർവീസ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഗൾഫിലുള്ള വണ്ടികളിലാണ് മിക്ക വണ്ടികളിലും സർവീസ് ബുക്കുകളൊന്നും കാണാറില്ല. പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ChatGPT, അതേപോലെ ജെമിനി, അതേപോലെ ഗൂഗിൾ, അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട്. ജസ്റ്റ് ഒന്നൊരു പിക്ചർ എടുത്തിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് പറഞ്ഞുതരും. അപ്പം ജസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടികളിൽ കാണിക്കുന്ന വാണിംഗ് ലാമ്പ് എന്താണെന്ന് അറ്റ്ലീസ്റ്റ് അതെങ്കിലും അറിഞ്ഞിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക.